ഷെഫിൻസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോകൾക്കും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇത് ഇടപ്പള്ളി കണ്ടെയ്നർ റോഡിലൂടെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുടുംബസമേതം ഭാര്യയുടെ കൊച്ചാപ്പയുടെ മകളുടെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിനായി പോവുകയാണ്. എറണാകുളം മറൈൻ ഡ്രൈവ് പച്ചാളം വാക്ക്വേക്ക് സമീപം ടാറ്റയുടെ തൃത്വം ഫ്ലാറ്റിലാണ് അവർ പുതിയ ഫ്ലാറ്റ് വാങ്ങിയിട്ടുള്ളത്. ആ ഫ്ലാറ്റിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിനായിട്ടാണ് ഞാനും ഫാമിലിയും പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള എളുപ്പ വഴിയായിട്ട് ഇടപ്പള്ളി കണ്ടെയ്നർ റോഡ്, അങ്ങനെ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറൈൻ ഡ്രൈവിൽ എത്തി. ഇത് തൃത്വം ഫ്ലാറ്റിൻ്റെ മുഖ്യ കവാടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മുഖ്യ കവാടത്തിലേക്കാണ് ഞാൻ നടക്കുന്നത്. ഇതാണ് തൃത്വം ഫ്ലാറ്റിൻ്റെ പ്രധാന കവാടം. ഇത് മറൈൻ ഡ്രൈവിൽ പച്ചാളം വാക്ക്വേക്ക് അഭിമുഖമായിട്ടാണ്, കായലിന് അഭിമുഖമായിട്ടാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലെ ഫാമിലിയെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് അവിടുത്തെ ഫ്ലാറ്റ്. ഏതാണ്ട് 5 ടവറുകളിലായിട്ടാണ് ഇവിടെ ഫ്ലാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഫ്ലാറ്റാണ് കൊച്ചാപ്പയുടെ മോള് വാങ്ങിയിരിക്കുന്നത്. ആ ഫ്ലാറ്റിലേക്കുള്ള ഗൃഹപ്രവേശന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. രാത്രിയാണ് ചടങ്ങ് നടന്നത്, അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. VIP സിനിമാ താരങ്ങളൊക്കെ താമസിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റാണിത്. തൊട്ടപ്പുറത്ത് ശോഭയുടെ ഫ്ലാറ്റുണ്ട്. അതുപോലെ മറീന 1 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ചുറ്റിലും വലിയ വലിയ ഫ്ലാറ്റുകളാണെല്ലാം. ഇവിടെ എല്ലാം VIPs ആണ് താമസിക്കുന്ന ഏരിയയാണ്. കോസ്റ്റ്ലിയാണ്, അല്പം കോസ്റ്റ്ലി ആയ ഏരിയയാണ്. കാരണം നഗരത്തിൽ തന്നെ ആയതുകൊണ്ട് ഇതിൽ ഫ്ലാറ്റിനകത്തേക്ക് കടന്നു. അവിടെ 1-ാം നിലയിലാണ് അവർ ഫ്ലാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ കയറി. ഇത് വൈഫിൻ്റെ ഇളയ കൊച്ചാപ്പയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുമിത്രാദികളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ വെൽക്കം ഡ്രിങ്കും സ്നാക്സും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു. ഇത് അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ആ എൻട്രൻസ് കടന്ന് നമ്മളിതിലേക്ക് കയറി ചെല്ലുമ്പോൾ വിശാലമായൊരു ലോണൊക്കെ കാണാം. ഈ ലോണ് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് കോൺക്രീറ്റ് വെച്ച് ഇതാണ് ഫ്ലാറ്റിൻ്റെ കൊച്ചാപ്പയുടെ മരുമോൻ. ഇത് കൊച്ചാപ്പയുടെ മരുമോളാണ്, മോൻ്റെ ഭാര്യയാണ്. അപ്പുറത്ത് അങ്ങോട്ട് നടന്നു പോകുന്നത്. ഇതാണ്, ഇത് ഒരു കോൺക്രീറ്റ് ആയിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ലോണാണിത്. ഈ പനയും തെങ്ങും അതുപോലെ ആ പാർക്കൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ടവർ. ഈ ടവറിൽ താഴത്തെ നിലയിലാണ് അവരുടെ ഫ്ലാറ്റ് ഉള്ളത്. അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇത് കൊച്ചാപ്പയുടെ മോനാണ്, അവൻ്റെ പെങ്ങളുടെയാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റിനകത്തേക്ക്, ഇത് ഫ്ലാറ്റ് അവരുടെ ബാക്ക് വശമുണ്ട്. ഈ ഫ്ലാറ്റിൻ്റെ പുറകുവശമാണ്. ഫ്ലാറ്റിലേക്ക് കടക്കുന്ന വഴി വേറെയാണ്.
അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേറൊരു ലിഫ്റ്റ് വഴി കയറി ഇതിൽ വന്നതാണ്. ഇത് ആ ഡോറാണ് ശരിക്കും ഫ്ലാറ്റിൻ്റെ എൻട്രൻസ്. ഇത് പുറകുവശത്തേക്കുള്ള പോയിട്ട് ഇവർക്ക് ആ ലോണിലൊക്കെ പോയിരിക്കാനുള്ള ഒരു വഴിയാണത്. ഇതാണ് ഫ്ലാറ്റിൻ്റെ ഉൾവശം. ഇതൊരു ഹാള്, അവിടെ ഒരു 3 ബെഡ്റൂം. ഇതാണ് കൊച്ചാപ്പയുടെ മകള്. ഇവരാണ് ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥർ. ഇതൊരു ടോയ്ലറ്റ്, അതൊരു ബെഡ്റൂം. ഇതാണ് കൊച്ചാപ്പയുടെ ഭാര്യ, അവളുടെ ഉമ്മ. എല്ലാവരും ഉണ്ട്. അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ, കാരണം അവിടെ എല്ലാവരും ഉൾക്കൊള്ളാനുള്ള സ്പേസ്, കാരണം അങ്ങനെ ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ അധികം ആളുകളെ അങ്ങനെ അവർ അനുവദിക്കില്ല. അപ്പം വളരെ കുറഞ്ഞ ആളുകളെയാണ് ഇതിനെ ക്ഷണിച്ചിട്ടുള്ളത്. ആ ലോണിൽ രാത്രി വിശാലമായ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല കായൽ കാറ്റും ഒക്കെ ഉണ്ട്. കൊച്ചി കായലിൻ്റെ കാറ്റൊക്കെ ഇട്ട് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. വീട്ടിൽ നിന്നാണെങ്കിൽ ചായയൊക്കെ എടുത്ത് അവർക്ക് ലോണിൽ വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇഷ്ടംപോലെ സ്ഥലം. സാധാരണ ഫ്ലാറ്റുകൾ പോലെയല്ല, കൺജസ്റ്റഡ് അല്ല. ഇത്രയും സ്പേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിംനേഷ്യം, അതുപോലെ സ്വിമ്മിങ് പൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റാണിത്. അപ്പം നമുക്കവിടെ കയറുവാനുള്ള ഒരവസരം കിട്ടി. ഇതാ നല്ല ഭക്ഷണം എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു ഞങ്ങളെല്ലാവരും. രാത്രി വൈകി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങൾക്ക് വീണ്ടും പ്രോത്സാഹിപ്പിക്കുക.